ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കിയായി കഴിഞ്ഞാൽ വൈകുന്നേരം കുട്ടീസിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പൊറോട്ട ബാക്കിയാവുമ്പോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ സംഭവം തന്നെ നമുക്ക് ചപ്പാത്തിയിൽ ചെയ്യാം, ഇഡ്ഡലിയിൽ ചെയ്യാം, ബാക്കി വന്ന പുട്ടിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സോസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഈ ഉള്ളി ഇങ്ങനെ കടിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എരിവ് കുട്ടീസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട്. ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. കാശ്മീരി ആയതുകൊണ്ട് അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് തന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാം. കുട്ടികൾക്ക് സോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് സോസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെയും ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ 2 മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ പൊറോട്ടയിൽ നന്നായിട്ട് പിടിക്കില്ല മസാലയൊന്നും. മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ പൊറോട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2.5 പൊറോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി എടുക്കാം, പുട്ടെടുക്കാം, ഇഡ്ഡലി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നല്ല കുറച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, എന്നാലേ പൊറോട്ടയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴായിരിക്കും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്